കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. ഒത്തുതീർപ്പിന്റെ ആവശ്യം NSSന് ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. അവര് വന്നേച്ച് സ്വാഭാവികമായിട്ടുള്ള വെച്ചിട്ട് പോകുന്നു. രാഷ്ട്രീയമൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒത്തുതീർപ്പിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിഷയത്തിൽ കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ശരി ദൂരം എടുത്തു എന്നുള്ളേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സമദൂരം തന്നെ. ഞങ്ങള് നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. മാറിയതൊക്കെ ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇന്നലെ PJ കുര്യൻ സാർ വന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരാരും അതിന് ചുമതലപ്പെട്ടവരല്ലല്ലോ ചർച്ച ചെയ്യാനായിട്ട്. അവര് വന്ന് വ്യക്തിപരമായ വിസിറ്റ് ആയിരുന്നു. അത് കാര്യങ്ങൾ സംസാരിച്ചു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. വിശ്വാസത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം NSSന്റെ നിലപാടാണ്. ആ കാര്യത്തിൽ അതിനനുകൂലമായ സാഹചര്യം എവിടുന്നുണ്ടായോ അവരുമായി സഹകരിക്കുക. ആ കാര്യത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാര് ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. അതെ 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 അതെ. ഈ BJP നേതാക്കൾ വരുന്നു എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ BJP? ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. ഈ കരയോഗങ്ങളിലെ പ്രതിഷേധത്തിന് പിന്നിൽ ആരാണെന്നാ സാർ കരുതുന്നത്? അത് ചുമ്മാ NSS വിരുദ്ധരും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്നവരുമാണത്. നായന്മാര് മുഴുവൻ NSSകാരാണെന്ന് പറയാൻ ഒക്കുമോ? അതൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്ത് അംഗമാകായിട്ടുള്ളവര് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് എല്ലാരും കൂടെ അവിടെ ഇവിടെ തരത്തിന് ഒപ്പിച്ച് ഫ്ലെക്സ് വെക്കുന്നു, അത് വെക്കുന്നു, ഇതൊന്നും ആക്കുക. അതിന്റെ പാട്ടിന് പോട്ടെ. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ അതൊന്നും ഏശത്തുമില്ല. അത്തരം പ്രതിഷേധങ്ങൾ അവഗണിക്കുക എന്നുള്ളതാണ് സമുദായ നേതൃത്വത്തിന്റെ സമീപനം അല്ലേ? പൂർണ്ണമായിട്ടും അവഗണിച്ചല്ലോ അതല്ലേ. കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ജി സുകുമാരൻ നായരുടെ പ്രതികരണം. കൂടിക്കാഴ്ചയിൽ നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായി എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചു. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്. അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. അതെല്ലാം അവർ നടത്തുന്ന വ്യക്തിപരമായ സന്ദർശനങ്ങളാണ്. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിനെ വിലക്കിയിട്ടില്ല. ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാളും പോകുന്നതിന് തടസ്സമില്ല. NSSുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ജി സുകുമാരൻ നായരെ കണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അവരെല്ലാം നമുക്കറിയാലോ. അവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരാണ്, കോട്ടയംകാരാണ്. വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ്. ആ ഒരു സൗഹൃദം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളാണ് അവർ നടത്തുന്നത്. ജി സുകുമാരൻ നായരുമായി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് MP കൂടിക്കാഴ്ച നടത്തി. ജി സുകുമാരൻ നായരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിനിടെ ഇന്നും കരയോഗങ്ങളിൽ പ്രതിഷേധ ബാനറുകൾ ഉയർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ശ്രീജിത്തൊപ്പം തന്നെ റാഫി കരീം വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം റാഫി കരീമിലേക്കാണ് പോകുന്നത്. റാഫി, ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നിട്ടുണ്ട്. കൂടാതെ ഈ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള അതിലുള്ള പ്രതികരണമാണ് ജി സുകുമാരൻ നായർ വിശദമായി തന്നെ നമുക്ക് നൽകിയത്. അതിന്റെ വിശദാംശത്തിലേക്ക് വരാം. അതിനു മുൻപായി ഈ പ്രതിഷേധങ്ങളുടെ വാർത്ത എന്താണ്? അതിൽ തന്നെ ഒരു സംഘടന, അത് NSSുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ പോലും ധീരമായ നിലപാട് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന ഇതാദ്യത്തെ ഒരു പ്രതികരണം എന്ന തരത്തിലേക്കാണ് നമ്മൾ അതിനെ കാണേണ്ടത്. കൂടാതെ മറ്റിടങ്ങളിലൊക്കെ ചില ബാനറുകൾ ഉയരുന്നുണ്ട്. കൂടാതെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അതിലിപ്പോൾ മുതിർന്ന നേതാക്കൾ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് PJ കുര്യൻ, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ നേതാക്കൾ അവിടെ ചെല്ലുന്നു, സംസാരിക്കുന്നു. അത് വ്യക്തിപരമാണ്, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പോലും നമുക്കറിയാം അതിൽ കൃത്യമായി തന്നെ ഒരു ലക്ഷ്യമുണ്ട്, നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്നത്. പക്ഷേ ആ സാഹചര്യത്തിലാണിപ്പോൾ
ഇന്ന് ഇദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് വരുന്നതെങ്കിലും കോൺഗ്രസ് ഇനി എന്താണ് അവരുടെ തുടർ നീക്കങ്ങളെന്നാണ് നമ്മൾ കരുതേണ്ടത്? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുകുമാരൻ നായരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണ് ഇന്ന് സുകുമാരൻ നായരെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ വന്നത്. അത് വരാഹം പ്രദേശത്തായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നത്. ശ്രീവരാഹം സാമുദായിക സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡിലെ വാചകം ധീരമായ നിലപാട് എന്നുള്ളതായിരുന്നു സുകുമാരൻ നായരുടേത്. അങ്ങനെയുള്ളൊരു ഫ്ലെക്സ് ബോർഡാണ് അനുകൂലമായി പ്രത്യക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ സുകുമാരൻ നായരെ എതിർത്തും ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരത്ത് ഇന്ന് ഉയരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലും കടക്കലുമാണ് സുകുമാരൻ നായരെ എതിർത്തുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ശരണം വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധവും സുകുമാരൻ നായർക്കെതിരെ ഇന്ന് ഉയരുന്നത് കണ്ടു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നത്. ഒപ്പം തന്നെ സുകുമാരൻ നായരെ ഈ നിലയിലുള്ള അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു അനുനയ നീക്കങ്ങളും സജീവമായി തന്നെ UDF നേതാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹത്തെ പെരുന്നയിലെത്തി കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹം പ്രധാനമായും 1 മണിക്കൂർ നേരം നീണ്ടു നിന്ന കൂടിക്കാഴ്ചയാണ് ഇന്നലെ വൈകിട്ട് നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ മുതൽ പിതാവിൻ്റെ കാലം മുതലുള്ള അടുപ്പം അദ്ദേഹവുമായി ഉണ്ട്. ആ അടുപ്പമാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നും പറയുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയമായ നിലപാടിൽ സമദൂരം തന്നെയാണ് എന്ന് ഈ കണ്ട നേതാക്കളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തെ പെരുന്നയിലെ വസതിയിലെത്തി കണ്ടിരുന്നു. അവിടെയും രാഷ്ട്രീയം ചർച്ചയായി എന്നുള്ളതാണ് തിരുവഞ്ചൂരും പറഞ്ഞത്. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മധ്യസ്ഥയുടെ ഒരു ആവശ്യം നിലവിലില്ല എന്നുള്ള ഒരു കാര്യവും തിരുവഞ്ചൂർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ PJ കുര്യൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP അതിനു മുൻപ് അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ, അതും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി കോട്ടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, സുകുമാരൻ നായരുമായി ഏതെങ്കിലും തരത്തിൽ അടുത്ത ബന്ധമുള്ള ആളുകൾ, ഈ ആളുകളെല്ലാം തന്നെ തുടർച്ചയായി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷമായി എടുത്ത ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നു എന്നുള്ള പരിശോധനയും ഒപ്പം തന്നെ UDFുമായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായുള്ള പ്രശ്നങ്ങളിൽ അത് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.